നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മാൽഗുഡി സിൽക്ക്, നമ്മുടെ സോഫ്റ്റി സിൽക്കായിട്ടുള്ള നല്ലൊരു സാരിയാണ്. ഇതിൻ്റെ ബഡ്ജറ്റ് റേറ്റ് ആണുള്ളത്. പക്ഷേ നമുക്ക് സെമി ഫങ്ഷൻ വെയറായിട്ടും സെമി പാർട്ടി വെയറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഏത് ഒക്കെ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. വലിയ ഇൻട്രൊഡക്ഷൻ ഇല്ലാതാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ കുറച്ച് ഇടയ്ക്കല്ല എഡിറ്റിങ് വേണ്ടി വന്നു. പലതവണ കട്ട് ചെയ്തൊക്കെയാണ് വീഡിയോ പിടിച്ചത്. അതുകൊണ്ട് എൻ്റെ വോയിസ് ഓവർ രണ്ടാമത് ചേർക്കുക, കട്ട് ചെയ്ത് കളഞ്ഞിടം. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. സാരിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. കുറേ ഇതെങ്കിലും ഞാൻ പ്രതികരിച്ചില്ല, അതുകൊണ്ടാണ്. ഇതാണ് സാരി. നല്ല ഡാർക്ക് റെഡിഷ് മെറൂൺ അല്ലേ? എനിക്കിപ്പോൾ ചിരി വരും. റെഡിഷ് മെറൂണും ഇതും കണ്ടോ. ഇതാണ് മുന്താണി. എൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സാരിയാ, ഡെയിലി യൂസിനോ. ഇതൊന്നും കാണിക്കാനില്ല, ഇത് ബ്ലാക്ക് കളറാണ്. സൂം ചെയ്താലും ബ്ലാക്ക് കളർ. എൻ്റെ മുഖത്ത് പൊട്ടില്ലേ? എൻ്റെ പൊട്ടൊക്കെ അവിടെ പോയി. ആ മുഖം കഴിയപ്പോൾ പോയതായിരിക്കും. ഇതാണ് സാരിയെ. നല്ല സാരിയാണ്. നമുക്ക് ഡെയിലി യൂസിന് ഒത്തിരി നല്ല ഡെയിലി യൂസിനും ചെറിയ ഫംഗ്ഷനും ഒക്കെ ഇടും. കാരണം സിൽക്ക് അല്ലേ, മാൽഗുഡി സിൽക്ക്. അതിൻ്റെ അടുത്ത പ്രിന്റ് 2 കളറിലാണ് വരുന്നത്, ബ്ലാക്കും മെറൂണും. കേട്ടോ, യൂണിഫോം സാരി ആയിട്ട് കൊടുക്കുക അല്ലേ വേണമെങ്കിൽ. യൂണിഫോം സാരീസ് മീൻസ് യൂണിഫോം സാരി എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ഒത്തിരി പീസുകളായിട്ട് ചിലരൊക്കെ വാങ്ങിക്കുമല്ലോ. അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് അത്ര കുറവായതുകൊണ്ടും നല്ല സ്റ്റഫ് ആയതുകൊണ്ടും നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാനും കൊണ്ടു നടക്കാനും എളുപ്പമായതുകൊണ്ടും ഇത് ശരിക്കും പോളിസ്റ്റർ മിക്സ് ആണെന്ന് ഒബ്വിയസ്ലി സിന്തറ്റിക് മിക്സ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് നല്ല സിൽക്ക് സാരിയുടെ ഫീലാണ് ഇതിന് കിട്ടുന്നത്. ഉറപ്പായിട്ട് 100% സിൽക്ക് കൊടുക്കുമ്പോൾ വില 10,000ങ്ങളിലേക്ക് പോകുമല്ലോ. അയ്യോ അയ്യോ, എന്താണ് ഇത്? ബ്ലൗസ് കാണിക്കണ്ടല്ലോ ഓരോ പ്രാവശ്യം. ബ്ലാക്ക്, ഇത് ഈ ഒരു ബ്ലാക്ക് പ്ലെയിൻ ആ ബ്ലൗസ്. ഇതിപ്പോൾ റെഡിഷ് മെറൂൺ ആട്ടോ. അല്ല, അത് മെറൂൺ ആണോ? തനി മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, റെഡിഷ് അല്ലേ? അല്ലേ, ചെവി കേൾക്കത്തില്ലാത്ത കുറണം. ചെവി കേൾക്കൂലേ? ആണോ? കണ്ണു കാണാവോ? അല്ലെങ്കിലും ഉണ്ടല്ലോ, അത് മതി. കണ്ണാടിയും വെച്ചിട്ടുണ്ട്. കണ്ണ് കാണത്തും കൂടി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി എടുത്തൂരെ കളയല്ലേ പറയുള്ളൂ. കണ്ടോ, നല്ല സാരി കേട്ടോ, നല്ല സാരിയാ. താഴോട്ടുള്ള ബോർഡർ എന്താണ് കാണിക്കുന്നത്? ആഹാ, അത് കാണിക്കുന്നില്ലായിരുന്നു ഇത്ര നേരം. എൻ്റെ പൊന്നെ, ഇത് ചുമ്മാ പറയുന്നു, എനിക്കറിയാം. എന്നെ ഇട്ടുണ്ട് പൊട്ട് കളിപ്പിക്കാന്നുള്ള സർവ്വ പരിപാടിയും കയ്യിലുണ്ട്. ഇതതിൻ്റെ വേറൊരു ഷെയ്ഡ് മീൻസ് എന്നാ ഷെയ്ഡ്? ഇത് ക്രീമാണ് അല്ലേ? ക്രീമല്ലേ? തിരിഞ്ഞു വരുന്നു അല്ല, തിരിഞ്ഞൊന്നും വരുന്നില്ല, അങ്ങനെ തന്നെ. കണ്ടോ, നല്ലല്ലേ? ഒരു ബ്ലാക്കും ഈ ഒരു സൈസ് ഷെയ്ഡ്. ഇതിനെ പറയുന്ന ക്രീമൊന്നും പറയാൻ പറ്റത്തില്ല, വൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഓഫ് വൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഷെയ്ഡ് കേട്ടോ. ബ്ലൗസ് വരുമ്പോൾ റെഡ്. നല്ല ഭംഗിയാണ്. നമുക്ക് ഒത്തിരി ബനാറസിയുടെയും ഒക്കെ സിൽക്ക് സാരിയൊക്കെ വന്നിട്ടുണ്ട്. ബനാറസി സാരി, ചന്തേരിയുടെ സാരി ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓൺലൈനിൽ കാണിക്കാം. ഇതിനകത്ത് ബ്ലാക്കാണ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത്. മറ്റേതിനകത്ത് ക്രീം പോലത്തെ ഷെയ്ഡല്ലേ എടുത്ത് കാണിച്ചത്. ഇതിനകത്ത് ബ്ലാക്കാണ് എടുത്ത് കാണിക്കുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു അജ്രക്ക് പ്രിൻറ്റ് അല്ലെങ്കിൽ കലങ്കാരി പ്രിൻറ്റ് പോലത്തെ വരുന്ന, അല്ലെങ്കിൽ എന്ന് പറയാതെ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയണം അല്ലേ.
കണ്ടിട്ട് കലങ്കാരി പ്രിന്റ് പോലെ അല്ലേ ഇരിക്കുന്നത്. അയ്യോ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് പറയുന്നു. കണ്ണാടിക്കിടയിൽ കൂടെയുള്ള നോട്ടം കാണാൻ നല്ല രസമുണ്ട്. ഏതായാലും ഞാൻ കണ്ണാടി വെച്ചാൽ എങ്ങനെയാണെന്ന് അറിയാമോ, കണ്ണാടി ഇവിടെ ഇരിക്കും, ഇതിൽ ഇങ്ങനെ ഇരിക്കും കണ്ണാടി. എന്തിനാ കണ്ണാടി വെക്കുന്നത് നോക്കുക, എനിക്ക് വായിക്കാൻ മാത്രമേ കണ്ണാടിയുടെ ആവശ്യമുള്ളൂ. ഫോണൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഉണ്ടോ നല്ല സിൽക്ക് ഫീൽ അല്ലേ, അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നെ എങ്ങനെ തോന്നുന്നു? ക്യാമറയിൽ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ നേരെ കാണുന്ന പോലെ? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നതിന് നല്ല രസമാണല്ലോ അല്ലേ എടുത്ത് വന്നത്. ഇതിന് കണ്ടോ വൈറ്റ് ആണ്, വൈറ്റ് അല്ല കേട്ടോ, വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ക്രീം ഷെയ്ഡ് ഇതാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ചേച്ചി ആരെയായി പഠിപ്പിക്കുന്നത്? ഭയങ്കര പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതല്ല ബ്ലാക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതെടുത്തോ. ഇതിലും ബ്ലാക്ക് ഉണ്ട്, പക്ഷെ ചെറിയതായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് എടുത്തറിയത്തില്ലെന്നേ ഉള്ളൂ. മോൻ കണ്ടിട്ട് എനിക്ക് എന്തോ തോന്നുന്നു. നിങ്ങൾക്കാർക്കും പറയാത്ത തന്നെ ഇത് എന്നെ മനുഷ്യനെ, ഇത് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കണ്ണാടി നോക്കാതെ വന്നെന്ന് എൻ്റെ കുറ്റമല്ലേ അല്ലേ? അതേപോലെ കണ്ണാടി നോക്കി 1.5 മണിക്കൂർ മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ദൈവം, എൻ്റെ മുഖം കണ്ടാൽ പറയത്തില്ലേ എവിടെ മേക്കപ്പൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇഷ്ടം അങ്ങനെയൊന്നുമില്ല, ഞാൻ അത്ര വലിയ സിമ്പിളൊന്നും കളിക്കുന്നൊന്നുമില്ല. എനിക്ക് മേക്കപ്പൊക്കെ ഇട്ടിച്ചിട്ട് നല്ല ഒരുങ്ങിയൊക്കെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് മാലയ്ക്ക് അന്നൊക്കെ അങ്ങനല്ലേ, ഈ എന്നാ പറയുക മാച്ചിങ് ഇപ്പോഴും ഉണ്ട് മാച്ചിങ് ഭയങ്കര മാച്ചിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കഥയൊക്കെ. സ്കൂള് ലഞ്ച് ബ്രേക്ക് വിട്ട ഉടനെ ലേഡീസ് സ്റ്റോർ ചിപ്പി, ഞങ്ങളുടെ ലേഡീസ് സ്റ്റോറിൻ്റെ പേരായിരുന്നു കോളേജിൻ്റെ അടുത്തുള്ള ചിപ്പിയിലാണ്. ചിപ്പി പോകുന്നേ പറയൂ, ചിപ്പിയിൽ ഇത് വന്നു ഇങ്ങനെ എന്തോരം അല്ലേ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഇൻ്റർവെൽ, കോളേജ് വിടുന്നതിന് മുന്നേ ഒരു ഇൻ്റർവെൽ ഉണ്ടല്ലോ, അന്നേരം ക്യാൻറ്റീനിലോട്ട് ഒറ്റ ഞാനും കൂട്ടുകാരികളും കൂടെ. എന്നിട്ട് അന്നേരം പപ്സ്, അയ്യോ മറ്റേ സാരിയെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഉള്ളതും കൂടെ കുറച്ചും കൂടെ വൃത്തികേടാക്കിയാണോ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം പാകിസ്ഥാനിയുടെ ഇത് താഴേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സാരി കണ്ടോ, പ്ലെയിൻ സാരി ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്, അതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന മോഡലാണ്, ഡിസൈൻ ചെയ്യിക്കുന്നതാണ്. ഇങ്ങനെ വരുന്ന പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ വരികയല്ലേ, അതുപോലെ പാകിസ്ഥാനിയുടെ ഒരു ഹാഫ് പോർഷന് ബാക്കി ഇങ്ങനെ ഒരു ഡിസൈനർ സാരി ആയിട്ട് ഇടുക. ഇതിന് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ആയിട്ട് ഈ പ്ലെയിൻ തന്നെയാണ് ഉള്ളത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള കളേഴ്സ്, പാകിസ്ഥാനി ഷോളിനുള്ള ഒരു പ്രത്യേകതയാണല്ലോ, അത് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുന്നത്. അതിന് ബോർഡറായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെ. അതിൻ്റെ വിവിധ കളറുകൾ ഞാൻ കാണിച്ചു തരാവേ. കാണിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഉടുത്ത് കാണിക്കണമെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഇത് വരുമ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ ബാക്കിയായിട്ട് ബാലൻസ് ആയിട്ട് വരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ്. മുമ്പേ ആ പച്ച വന്ന സ്ഥാനത്ത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് വരും. ഇത് ഓരോന്നും ഉടുത്ത് കാണിച്ചാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു അതിൻ്റെ ഒരു ശരിക്കുള്ള അതിൻ്റെ ഒരു ഭംഗിയോ കാര്യങ്ങളോ ഒക്കെ മനസ്സിലാവുള്ളൂ എനിക്കറിയാം. പക്ഷെ കാണിക്കണോ, ഒത്തിരി സമയം പോകും. ഇല്ല, സമയം ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. ഷോപ്പിൽ നേരിട്ട് വരുന്നവർക്കാണ് അത് കണ്ട് ഉടുത്തൊക്കെ നോക്കി അങ്ങനെയൊക്കെ എടുക്കാം. അല്ലാത്തവർ അത്യാവശ്യം മനസ്സിലാവും. നമ്മൾ ഈ ഹാഫായിട്ട് എടുക്കത്തില്ല, അങ്ങനത്തെ ഇതാണ്. ബാക്കി ഭാഗം പ്ലെയിന് ഉണ്ടോ, ഈ ഒരു ഗോൾഡൻ ലേസും ഒക്കെ വെച്ച്. ഇനി അതിൻ്റെ അടുത്ത കളറ് നമ്പർ കൂട്ടി. ഈ സാരിയുടെ പ്രത്യേകിച്ചും പറയാം, നമ്പർ സെയിം ആണോ? സെയിം അല്ലേ? ഇതിന് വ്യത്യാസമുണ്ടോ? ഒന്നാണോ? നമ്പർ കൂട്ടി എടുക്കാവുള്ളേ. സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴേ നമ്പർ കൂട്ടി അയക്കണം, അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര പാടാണ് മാറിപ്പോയെങ്കിൽ. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ്. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നത് ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് കണ്ടോ.
ഈ താഴേക്ക് വരുന്ന സ്റ്റഫില്ലേ പ്ലെയിൻ, അത് വിചിത്ര സിൽക്കാണേ. ഇങ്ങനെ വരും. ഈ ബോർഡറിനും നമ്മുടെ വെളിയിൽ കാണുന്ന ഭാഗത്ത് ഈ ഒരു ലേസ് ഉണ്ട്. ഞാനിതിട്ടേക്കുന്ന ഇതെന്താ, ഇതെല്ലാം റിപ്പീറ്റ് ആണല്ലോ. 3 കളറേ ഉള്ളോ? ഇത് ഫുള്ള് റിപ്പീറ്റാ അല്ലേ? 2 സെറ്റ് കൊണ്ടെടുത്ത് വെച്ചതാ. മാറിപ്പോയതാ. അപ്പം 3 കളറേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. ഒന്ന് ഗ്രീന്, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീന്, പിന്നെ ഒന്ന് ടീൽ ബ്ലൂ, ഒന്ന് പർപ്പിള്. 3 ഷെയ്ഡേ ഉള്ളൂ. ആ 3 ഷെയ്ഡ് ഇഷ്ടമുള്ളത് ബുക്ക് ചെയ്യുക. നമ്പർ കൊടുത്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ. അപ്പോൾ എന്താ, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. റെഡിമെയ്ഡ് ബ്ലൗസ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പുതിയ കളക്ഷൻസ് റെഡിമെയ്ഡ് ബ്ലൗസ് വന്നിരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഉടനെ ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. റിഡക്ഷൻ സെയിലും തീർന്നിട്ടില്ല. ഒരു പ്രാവശ്യം കൂടെയൊക്കെ കാണും. നമ്മൾ ഷോപ്പിൽ കുറേ ആക്കണം എന്നുള്ള ഒത്തിരി പേര് ഷോപ്പിൽ ഒന്ന് ചോദിക്കുക. ഓൺലൈനിൽ കാണിക്കുന്ന, ഷോപ്പിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ആക്കാത്ത ഓൺലൈനിലുള്ളവർക്ക് മതിയോ എന്നെല്ലാം ചോദിക്കുക. അപ്പം ഇതെല്ലാം ഷോപ്പിലും കൂടെ സെറ്റ് ചെയ്യണം എന്നുള്ള വിചാരത്തിലായിരിക്കുന്നത്. ടാറ്റാ.